എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. നാളെ ജൂലൈ 1 കാനഡ ഡേ ആണ്. അപ്പം നമുക്ക് ഇവിടെ കുറേ സ്ഥലത്ത് പ്രോഗ്രാംസ് ആയിട്ട് കുറേ എടുത്തുണ്ട്. അപ്പം ഇവിടുത്തെ ആൾക്കാരൊക്കെ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. ഓപ്പൺ ഹെർത്ത് പാർക്കാണ്. അപ്പോൾ ഇവിടാണ് നമ്മുടെ കാനഡ ഡേയുടെ അന്ന് പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ സെറ്റ് ആവുന്നേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബാത്റൂംസ് ആണ് ഈ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പം അവിടെയാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. ആ സൈഡിലാണ് ഇപ്പം കുറേ അവിടെ പാർക്ക്, ചിൽഡ്രൻസിൻ്റെ പാർക്ക് അവിടെ ആണുള്ളത്. അപ്പോൾ ഇതാണ് പാർക്കെന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്കാണിത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നടക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇതൊക്കെ നമുക്ക് കാണാം. ഇവിടെ ആൾക്കാരൊക്കെ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിപ്പുണ്ട്. എനിക്കൊന്ന് പെയിൻ്റ് ആണെന്ന് തോന്നുന്നു. പെയിൻ്റ് അല്ല, വേറെ എന്തോ സാധനമാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. പിന്നെ ചെയേഴ്സ് ഉണ്ട്. ഇവിടെ ചെറിയൊരു ടെൻറ്റ് പോലെ അവർ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടാണ് ഇവരെല്ലാം സെറ്റ് ചെയ്യുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്ന ബ്രിഡ്ജാണ് ഫെറി സ്ട്രീറ്റ് ബ്രിഡ്ജ് എന്നും അറിയപ്പെടുന്നത്. ഇന്നൊരു കഥയുണ്ട്, അത് നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ മുന്നിൽ കാണുന്ന ബ്രിഡ്ജാണ് ഫെറി സ്ട്രീറ്റ് ബ്രിഡ്ജ്. ഇത് 1890 പണി കഴിപ്പിച്ച ബ്രിഡ്ജ് ആയിരുന്നു. അന്ന് ഇതിൻ്റെ നീളം 1640 അടിയായിരുന്നു. എന്നിട്ട് പല പല കാരണങ്ങളാൽ പിന്നെ ഇവരിതിൻ്റെ നീളം കുറച്ച്. ഇപ്പോൾ ഇത് ആകെ 100 അടി മാത്രമേ ഉള്ളൂ. ഇവിടാണെങ്കിൽ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള അടിപൊളി ഫ്ലവേഴ്സാണ്. അപ്പം ഇത് എന്തോ ഒരു വെള്ള കളറിലെ പൂവാണ്. എനിക്ക് എന്താ പേരെന്ന് അറിയത്തില്ല. ഈ പാർക്കിൽ ഇതുപോലത്തെ പല പല കൂടാരങ്ങൾ കാണാൻ പറ്റും. ഇത് പല പല ആൾക്കാർ ഡൊണേറ്റ് ചെയ്തതാണ്. ഇത് ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന അലക്സ് ആൻഡ് സിസീലിയ മർഫി എന്ന് പറയുന്ന ഒരു ഫോർമർ സ്റ്റീൽ വർക്കർ ഡൊണേറ്റ് ചെയ്തതാണ്. ഇവിടെ ആൾക്കാർ ഇരുന്ന് വിശ്രമിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതുപോലത്തെ പല പല സ്ട്രക്ചേഴ്സ് ഈ പാർക്കിൻ്റെ പല പല സൈഡുകളിലുണ്ട്. ഇത് ഇവിടുത്തെ പോച്ചയാണെങ്കിൽ പോലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണിത്. വയലറ്റ് കളറിലും വെള്ള കളറിലും നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ. പോച്ചയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാരും നടുന്നതോ ഒന്നുമല്ല, പക്ഷേ നല്ല ഭംഗിയാണിത് കാണാൻ. നാളത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എന്തോ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റേജാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നാളെ ഇത് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് സ്റ്റേജാണോ അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങളും പർപ്പസിനാണോ ഇവരിതിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. അപ്പം നാളെ അപ്പം അറിയത് എന്തിനാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു സ്റ്റേജാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. അപ്പം നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം. ഒരു സിമ്പലിനടുത്തോട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ സിമ്പലിൻ്റെ സ്റ്റോറി എന്തുവെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് പറഞ്ഞു തരാം എന്താണ് സ്റ്റോറി എന്നത്. ഇതൊന്ന് അടുക്ക് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ ചുറ്റുമുള്ള എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നതിന് ശേഷം ഇതിൻ്റെ മണ്ടയ്ക്ക് കയറുന്നത്. അപ്പം നമുക്ക് എന്താ നോക്കാം. റുഡോൾഫ് ഹെന്നിംഗർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ചെയ്ത ഒരു സ്കൾപ്ചറാണ് നമ്മൾ ഈ മുന്നിൽ കാണുന്നത്. ഇത് സിഡ്നിയുടെ റിച്ച് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ് കാണിക്കുന്നത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഈ ഓപ്പൺ ഹെർത്ത് പാർക്ക് നമുക്ക് മൊത്തമായിട്ട് കാണാൻ പറ്റും. ഇത് ഈ ഓപ്പൺ ഹെർത്ത് പാർക്കിൻ്റെ ഒരു ഹയസ്റ്റ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് ചുറ്റും നമുക്ക് കാണാൻ പറ്റും. ആ വഴിയാണ് റോഡുകൾ പോകുന്നത്. നമുക്കിവിടെ എല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ ഈ സ്കൾപ്ചറിന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രൗണും ബ്ലൂവും വൈറ്റും യെല്ലോ കളറിലുള്ള സ്റ്റാച്യൂസാണിത്. അപ്പം ഇത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. പല പല സൈഡിൽ നിന്നാണല്ലോ ഇമിഗ്രൻസ് വന്ന് ഈ സിഡ്നിയുടെ കൾച്ചർ ഫോം ചെയ്ത്, അതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ സഹായിച്ച ആൾക്കാരാണ് 2004 മുതൽ 2013 വരെ ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ സഹായിച്ച ആൾക്കാരുടെ നെയിംസ് ഇവർ ഈ ടൈലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളിപ്പം കാണുന്നത്. ഇത് ഈ സ്കൾപ്ചറിൻ്റെ തൊട്ട് താഴെയാണ്. ഒരുപാടധികം പേരുകളുണ്ട് ഇവിടെ. നമ്മൾ ഈ ഒരു സ്ഥലത്ത് കയറി വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ആ വഴിയാണ്. പക്ഷെ നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇതുവഴിയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പം ഡിഫറെൻറ്റ് വഴിയാണ് നമ്മൾ ഇതിന് കയറാനും ഇറങ്ങാനും ഉള്ളത്. സമ്മറായതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും ഔട്ട്സൈഡ് ഭയങ്കര ആക്റ്റീവാണ്. ഇവിടെ പല പല ഗെയിംസ് ആണെങ്കിൽ എല്ലാവരും ഓർഗനൈസ് ചെയ്യുന്നുണ്ട്.
കുറേ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതൊരു പ്ലേ ഗ്രൗണ്ട് ആയത് തന്നെ കുറേ ഗെയിംസൊക്കെ ഇതുകൊണ്ട് ആ ഒരു സെക്ഷനിൽ നടക്കുന്നുണ്ട്. ഇവിടെ കുറേ പേര് സോക്കർ എന്നാണ് പറയുന്നത്, ആ ഒരു ഗെയിം ആ ഒരു സൈഡിൽ കളിക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ ഇങ്ങനെ കോമ്പറ്റീഷൻ പോലെ വരാറുണ്ട്. ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ഒക്കെ നല്ല രസമാണ് ഇവിടെ വന്ന് കാണാൻ. അവിടെ കുറേ പേർക്ക് ഇരിക്കാനൊക്കെ ഒരു സ്പേസിംഗ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. നല്ല രസമാണ്. ഒരു വൈകുന്നേര ടൈമുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനാണെങ്കിലും നടക്കാനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല പച്ചപ്പുണ്ട്, കൊച്ചു ചെടികളുണ്ട്. അപ്പം നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കിതയ്ക്കുന്നു. പിന്നെ കുറേ ഇതൊരു ഒരു ടോപ്പ് പോർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തടുത്തുള്ള നമുക്ക് കുറേ ബിൽഡിങ്സ് ആണെങ്കിലും നമുക്കെല്ലാം കാണാൻ പറ്റും. ഈ ടോപ്പിൽ വന്നാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇതിൻ്റെ സറൗണ്ടിങ്സിലുള്ള എല്ലാ ബിൽഡിങ്സ് ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഇതൊരു റിവറാണ്. അപ്പം ഇത് ചെറുതായി വരുന്ന പോർഷനാണ്. നമുക്ക് വെള്ളം പോലും ഒഴുകുന്നത് ഇവിടെ കാണാൻ പറ്റത്തില്ല. കുറേ കല്ലുകൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതുവഴിയാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഇത് ചെറുതായി വരുന്ന ഒരു ഏരിയയാണ്. ഇതിവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോച്ചയാണ്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഈ അപ്പൂപ്പൻ താടിയൊക്കെ പോലെ ഇങ്ങനെ ഊതിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ഇങ്ങനെ പറന്നു പോകും. അത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇതിവിടുത്തെ നല്ലൊരു ചെടിയാണ്, അടുത്ത ചെടിയാണ്. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. ഒരുമിച്ചൊക്കെ നിൽക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇതൊക്കെ കാണാൻ. ഇതാണ് മറ്റേ നദി എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ഇതിൻ്റെ ഇച്ചിരി ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴുക്ക് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ലാസ്റ്റ് എൻ്റെ എത്തുമ്പോൾ അത് ചെറുതായിട്ട് വരുന്നുണ്ട്. ഈ കാണുന്ന ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് പണ്ട് വലിയൊരു പോണ്ട് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ അറിയപ്പെടുന്നത് കൂളിംഗ് പോണ്ട് എന്നാണ്. അപ്പം ബാക്കി കഥ അപ്പോൾ പറയുന്നതായിരിക്കും. നമ്മൾ ഈ മുന്നിൽ കാണുന്ന സ്ഥലത്ത് പണ്ട് കൂളിംഗ് പോണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കൂളിംഗ് പോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത് ഞങ്ങൾക്കും പറയുന്നതായിരിക്കും. കൂളിംഗ് പോണ്ടിന് ഏകദേശം 400 അടി ഡയമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടർ പ്രോസസ്സ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. ഏകദേശം 1.5 ബില്യൺ ഗാലോൺസ് പെർ വാട്ടർ ആയിരുന്നു അവരൊരു വർഷം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. റുഡോൾഫ് ഹെന്നിഗർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് പണി കഴിപ്പിച്ച വേറെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഫ്രണ്ടിൽ കാണുന്ന പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു പണ്ടൊരു ജനറൽ ഓഫീസായിരുന്നു. ഇതാണ് ജനറൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ കുറേ ബിൽഡിങ്സ്, കുറേ കാറുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ ഇവർ മാനേജറായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തു ഒരു ദിവസത്തേക്ക്. അപ്പോൾ ഇതാണ് ആ 12 പേര്. ഇതിനകത്ത് എവിടെയൊക്കെയോ ഉണ്ട്, എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർക്കുണ്ട്. അവിടെ ഒരു വാട്ടർ ഫ്ലോ ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പം കുറേ പേര് അതിനകത്ത് അവിടെ കളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. ചിലപ്പോൾ ഇവർക്കൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ഇതാണ് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർക്ക് എന്ന് പറഞ്ഞത്. ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്ലാസ്റ്റ് നടന്നു. അപ്പോൾ ഈ ബ്ലാസ്റ്റ് നടന്നതിന് ശേഷം ഇത് ടോട്ടലി എല്ലാം ഷട്ട് ഡൗൺ ആയി. ഈ സിഡ്നി എന്ന് പറയുമ്പോൾ പലയിടത്തും മൈനിങ് നടന്നൊരു ഏരിയാസാണ്. അപ്പം അതാണ് ഇപ്പം നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. ഇവിടെ റെയിൽവേ ട്രാക്സ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇതൊരു പാർക്കാണ്. അപ്പം ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്കാണ്. ഇവിടെ ആൾക്കാർക്ക് നടക്കാനാണെങ്കിലും റിലാക്സ് ചെയ്യാനാണെങ്കിലും ഇവിടെയൊക്കെ വരാൻ പറ്റും. ചെറിയൊരു സ്റ്റേജ് പോലെയാണ് ഇത്. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എവല്യൂഷൻ ഓഫ് സിഡ്നിയാണ്. നമുക്കിവിടെ സോൾജേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് മൈനിങ്ങിൻ്റെയാണ് ഇത് കാണിക്കുന്നത്. പിന്നെ കുറേ വീടുകൾ, കുറേ ആൾക്കാർ നടക്കുന്നു, പിന്നെ ഷിപ്പുകൾ, ഇതൊക്കെയാണ് ഈ വോളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ പാർക്കിനെ പറ്റിയുള്ള വിശേഷം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. ബൈ.